നമസ്കാരം. CPM ഈ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് അവർ വളരെ വിശദമായ അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു കണ്ടെത്തൽ നടത്തി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അത് ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ കളിയാക്കുന്ന അതല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എന്ന്. ഒന്നുകിൽ ജനായത്ത സംവിധാനത്തിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് പഠിച്ചിട്ട് അവർ സ്വയം തിരുത്താൻ ശ്രമിക്കുക. നാട്ടുകാരോടത് പറയണമെന്നുമില്ല. ഇത് ശബരിമലയിൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണ കൊള്ള നടന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേ ജനങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കേരളത്തിലെ വോട്ട് ചെയ്ത മലയാളികൾ മുഴുവൻ മന്ദബുദ്ധികളായിരിക്കണം, അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സാരമായ ഒരു കുഴപ്പമുണ്ടാവണം. കാര്യം ഇത്രയും വലിയൊരു അനീതി നടന്നിട്ട് CPM-ൻ്റെ ഒരു മുൻ MLA, CPM-ൻ്റെ നേതാവും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരുപാട് പദവികൾ CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ വഹിച്ചിട്ടുള്ള വാസുവുമൊക്കെ ഇപ്പോഴും ജയിലിലാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പത്മകുമാർ. അപ്പോൾ ഇത്രയും ഒക്കെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതുപോലും ആ ഒരു തിരിച്ചറിവ് പോലും CPM-ൻ്റെ സെക്രട്ടേറിയറ്റിനോ അതല്ലെങ്കിൽ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന വിദഗ്ധർക്കോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് അവർ ഈ ശബരിമല വെച്ച് ഈ തീക്കളി കളിക്കുന്നത്? ഇപ്പോൾ ശരിക്കും തീക്കളി തന്നെയാണ് കളിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ശബരിമലയിലെ ഈ വാവരുടെ സാന്നിധ്യം, വാവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം സാന്നിധ്യമാണ്. ഇത് ഈ ശബരിമലയൊക്കെ ഈ വലിയ വിവാദങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിശേഷിച്ചും ഈ ഇൻഫ്ലുവൻസേഴ്സ്, അന്നത്തെ അല്ലെങ്കിൽ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്ന ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെയുള്ള എഴുത്തുകാരും ചിന്തകരും ഒക്കെ എടുത്ത് ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു സംഗതി ഇന്ത്യയിലെ ശബരിമല എന്ന സന്നിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ശബരിമല സന്നിധാനത്ത് ഈ വാവരുടെയും ഒരു പ്രതിഷ്ഠയും അതോടൊപ്പം എരുമേലിയിലെ പേട്ടതുള്ളലും ഒക്കെ എല്ലാവരും ഉയർത്തി കാണിക്കുന്ന സംഗതിയായിരുന്നു. അത് ഇന്ത്യയിലെ തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും മതസമന്വയത്തിൻ്റെ, സൗഹാർദ്ദത്തെക്കാൾ ഉപരി മതസമന്വയത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ശബരിമല. അത് ഈ മതവും രാഷ്ട്രീയവും ഒക്കെ ചേർന്ന് കലർന്ന് നീങ്ങുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ സമീപകാലത്തായിട്ട് ആ ഒരു സാന്നിധ്യത്തെ ശബരിമലയുടെ ഒരു പ്രത്യേകതയായി സവിശേഷതയായി ഉയർത്തി കാണിക്കപ്പെടുന്നതിൽ പോലും പലർക്കും അസ്വാരസ്യവും അസ്വസ്ഥയൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതൊരു പ്രചരണത്തെക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുകയും അതിൽ അവരുടെ ഉള്ളിലേക്ക് കയറിയ ഓരോ വാക്കുകളും ആ ഈണത്തിലൂടെ ഉള്ളിലേക്ക് കയറിയ ഓരോ വാക്ക്, ആ ഈണമാണ് ശരിക്കും അവിടെ ഒരു വാഹനമായിട്ട് ഈ കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ആ വരികളെ പ്രവേശിപ്പിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ്. ആ നിഷേധിക്കാൻ പറ്റാത്ത വസ്തുത തിരിച്ചറിഞ്ഞ ജനമാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ആ പാട്ട് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ വിജയസാധ്യതയെ കാര്യമായി ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് ഓൺലൈൻ മേഖലയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ കടന്നു കഴിഞ്ഞാൽ ഭാവിയിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്കിത് അപകടമാകും എന്ന് കണ്ടുകൊണ്ടാണ് ഈ പാട്ടിനെതിരെ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഓൺലൈനിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം CPM ആരംഭിച്ചത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പ്രസാദ് എന്ന് പറയുന്ന ശബരിമല തീർത്ഥാടന പാത സംരക്ഷണ സമിതിയുടെ ഒരു ഭാരവാഹിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും. അദ്ദേഹവും റാന്നിക്കാരനാണ്. തൊട്ടു പിന്നാലെ റാന്നി മുൻ MLA രാജു എബ്രഹാം
അതിഗൗരവമായ രീതിയിലാണ്. ആരെങ്കിലും പറയാൻ പാടുണ്ടോ, അയ്യപ്പൻ്റെ പേര് പാട്ടിൽ വരാൻ പാടുണ്ടോ, അത് വലിയ സംഭവമല്ലേ എന്നൊക്കെ എടുത്ത് ഊതി വീർപ്പിച്ചിട്ടാണ് രാജു എബ്രഹാം അത് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പിന്നിലൊരു അജണ്ട നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൻ്റെ ഈ വരികൾ എഴുതിയത് GP അബ്ദുള്ള, അതേപോലെ തന്നെ ഹനീഫ പന്തല്ലൂർ, ഇത് വിതരണം ചെയ്തത്, പാടിയത് ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്നൊരു യുവാവ്. അപ്പൊ ഇത്തരം പേരുകളുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെ എടുത്തൊന്ന് ഉയർത്തിക്കാട്ടി ഒരു കേസ് കൊടുത്ത് ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ചയും സ്പർദ്ധയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഒരു താല്പര്യം എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധി തന്നെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഉള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് CPM-നെ കൊണ്ടുപോകുന്നത് കൂടുതൽ മോശത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്കായിരിക്കും. കാര്യം ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നാം കാണുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്നു പോയതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അത് പ്രത്യേകിച്ചും കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലും, കൊല്ലവും കോഴിക്കോട്ടുമൊക്കെ, കൊല്ലത്തൊക്കെ പ്രത്യേകിച്ചും CPM-ന്റെ അതിശക്തരായ അണികളാണ് CPM-നെ വിട്ടിട്ട് BJP-യിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് പ്രവൃത്തികളാണോ സമീപനങ്ങളാണോ CPM-നെ അതിൻ്റെ അണികളെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്നതും ജനങ്ങളിൽ നിന്ന് അകറ്റിയതും, അതേ നിലപാടിലൂടെ മുമ്പോട്ട് തുടരുക എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ ഈ പോറ്റിയെ കയറ്റിയെ കേസിൻ്റെ പിന്നിൽ കേസ് കൊടുപ്പിക്കാനും അതിലൂടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഡിവൈഡ് അല്ലെങ്കിൽ ഒരു സ്പർദ്ധ മുസ്ലിം സമൂഹവും അതുപോലെ ഇവിടുത്തെ ഹിന്ദു സമൂഹവും തമ്മിലൊരു സ്പർദ്ധയും അകൽച്ചയും ഉണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളത്തെ ഭരിക്കുക. മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ രാഷ്ട്രവാദ നിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ഗുണഭോക്തരാക്കിക്കൊണ്ട് വരുന്ന ചില അടവ് തന്ത്രങ്ങളിലൂടെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയും വീണ്ടും മൂന്നാമതും അധികാരത്തിലെത്തുക എന്നുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ജനം അത് വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ടിംഗ് പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ UDF-ന് വോട്ട് കൊടുത്തിരിക്കുന്നു. അത് UDF-ന്റെ മികച്ച പ്രവർത്തനം കണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ പ്രാദേശിക ഘടകങ്ങളിലോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന ശക്തി കൊണ്ടോ ഒന്നുമല്ല UDF-ന് ഈ ഒരു വിജയം നേടാൻ ഉണ്ടായ കാരണം. മറിച്ച് LDF-ൽ നിന്ന്, വിശേഷിച്ച് CPM-ൽ നിന്ന് ജനങ്ങൾ അകലുന്നതിൻ്റെയും CPM-ന്റെ പ്രവൃത്തികളോടും സമീപനങ്ങളോടുള്ള ഒരു പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലും CPM മനസ്സിലാക്കാതെ വീണ്ടും അതേ പാത പിന്തുടരുന്നു എന്നാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.